ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളികളിൽ ഖുതുബ ഓതിയില്ലേ? ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുതുബ. ആ ഖുതുബയിൽ ഖുതുബയോതി ഉസ്താദുമാരൊക്കെ പറഞ്ഞത് ജനങ്ങളെ ആഘോഷിക്കണം, സന്തോഷിക്കണം എന്നൊന്നുമല്ല, ജനങ്ങളെ കരയേണ്ട മാസമാണെന്നാണ്. എന്താ അങ്ങനെ? നിങ്ങൾ ആ ഖുതുബയുടെ പരിഭാഷ പലയിടത്തും വിൽക്കുന്നുണ്ട്. ഇന്നും പുത്തമ്പള്ളി മക്കാമിൻ്റെ ബുക്ക് സ്റ്റാളിൽ ഈ അടുത്ത നാളിൽ ഞാൻ നോക്കി 200 റുപ്യ എപ്പോഴും വില ഉള്ളൂ നബാത്തിയ ഖുതുബയുടെ പരിഭാഷ. എന്താണെന്നറിയോ? ഓരോ മാസത്തിലും ഈ ഖുതുബ, ആ മാസം ചെല്ലുന്ന 4 ഖുതുബ, ഒരു സ്പെയർ ഖുതുബ ഉണ്ടാവും. അതിന് ചില മാസം 5 വെള്ളിയാഴ്ച വരും, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ഖുതുബയിൽ അരവരി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായി ബന്ധപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ ഖുതുബ എന്ന് പറയുന്നത് അന്ന് ഈജിപ്തിലെ വലിയ പ്രഭാഷകനായ ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന പ്രഭാഷകന്റെ പ്രഭാഷണൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിബിധനില്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി പ്രസംഗിച്ചിട്ടില്ല, അത് രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും അന്ന് പറയണ കാര്യം ഇന്നും പറയും, ജനങ്ങളെ കരയേണ്ട മാസമാണ്. എന്താ കരയാൻ പറഞ്ഞേ? റസൂല് വഫാത്തായി എന്ന് പറയപ്പെടുന്നത് റബീഉൽ അവ്വലിലാണെന്ന വെള്ളിയാഴ്ച റബീഉൽ അവ്വലിൽ ഓതുന്ന ഖുതുബ. ഇപ്പോൾ ഒരു പോസ്റ്റർ വല്ലാതെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അന്ന് ഇബ്ലീസ് കരഞ്ഞു. ഇന്ന് ഇബ്ലീസിൻ്റെ അനുയായികളായ വഹാബികൾ പൊട്ടിക്കരയുന്നു. ഇന്ന് ഈ വർഷം പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. 2012 എൻ്റെ വീടിൻ്റെ ഗേറ്റുമ്മ വരെ തൂക്കിയിട്ടുന്ന, മതിലൊട്ടിക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ, ഗേറ്റുമ്മ വരെ തൂക്കിയിട്ടു. അപ്പോൾ ഞാനത് എടുത്ത് കളയാൻ പോയില്ല. അതിൻ്റെ അപ്പുറത്തെ ബോർഡുമ്പോൾ ഞാൻ എഴുതി വെച്ച വാചകങ്ങളോടും പറയാം, റബീഉൽ അവ്വൽ 12 റസൂല് വഫാത്തായി എന്ന് പിന്നെ നബാത്തിയ ഖുതുബ. അതുകൊണ്ട് അന്ന് ഇബ്ലീസിൻ്റെ അനുയായികളായി നിങ്ങൾ സന്തോഷിക്കുന്നുവോ എന്നൊരു ചോദ്യചിഹ്നം അവിടെ വെച്ചു. കാരണം ഖുതുബ പറഞ്ഞു റസൂൽ ജനിച്ചെന്നല്ല, റസൂലുള്ള വഫാത്തായി എന്നാണ്. പ്രിയമുള്ളവരെ, ഇത് ആഘോഷിക്കുന്ന ആളുകളോട് ഈ ഖുതുബയുടെ ഒരു സാരാംശത്തിൻ്റെ ആശയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താൻ